പഞ്ചാണ് ടാറ്റ പഞ്ച്. ഒരുത്തൻ ഈ ബൈക്കാരൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമില്ല കേട്ടോ, അവന് ഇതും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇറക്കുന്ന ടൈം നോക്കിയവനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് നമ്പർ പ്ലേറ്റും ഇല്ല. നമ്പർ പ്ലേറ്റും ഇല്ല വണ്ടി. നമ്പർ പ്ലേറ്റ് ഇല്ല കേരളത്തിൽ വണ്ടി ഓടിക്കുകയാണ്. നമ്മൾ വന്ന വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എടുക്കാനായി. എത്ര പെരുന്നാളിൻ്റെ ആള് പെരുന്നാളിൻ്റെ ആള്. ടൊയോട്ടയുടെ യാറിസാണ് തോന്നുന്നു. യാറിസ് അധികം നമ്പർ സെയിലായിട്ടില്ല. എറ്റിയോസ് ഒരുപാട് സെയിലായി. യാറിസ് എന്തോ ആളുകൾ അത്ര മേടിച്ചില്ല. കൊറോള ഒരുപാട് മേടിച്ചില്ല. നമ്പർ ഓഫ് സെയിൽസ് കുറവാണ്. എന്താണെന്നറിയില്ല. കൊറോള ലാർജർ സെല്ലിങ് കാറാണ്. ഇന്ന് എറ്റിയോസ് ഒരുമാതിരി നന്നായിട്ട് സെയിലായി. എറ്റിയോസ് രണ്ടും ഒരുമാതിരി സെയിലായി. ടൊയോട്ടയുടെ കൊറോളയും യാറിസും കാര്യമായിട്ട് സെയിലായില്ല. എന്താ കാരണം എന്നറിയില്ല. സെഡാനിൽ ആകെ സെയിലായത് ടൊയോട്ടയുടെ എറ്റിയോസ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ സെയിലായത്. ക്യാമറ അത്ര സെയിലില്ല. 200-300 നമ്പേഴ്സ്. എറ്റിയോസാണ് ഒരു 2000-3000 വെച്ച പീക്ക് ടൈമിൽ സെയിലായിക്കൊണ്ടിരുന്നത്. പിന്നെ അത് 1500-2000 ലെവലിലേക്ക് കുറഞ്ഞു പെർ മന്ത് സെയില്. മറ്റേ യാറിസിന് ഒരു 1000-2000 റേഞ്ചിൽ സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് സെയിലായ രണ്ട് കാറുകൾ. ടൊയോട്ട യാറിസിന് സെയിൽ ഉണ്ടായില്ല. മറ്റേ ലീവയ്ക്ക് 1000-2000 സെയിൽ. യാറിസിനൊക്കെ സെയിൽ തീരെ കുറവായിരുന്നു. സെഡാൻസ് സെയിൽ വന്ന് ഒന്ന് ടൊയോട്ട എറ്റിയോസ്, പിന്നെ ഹുണ്ടയുടെ എറ്റിയോസിനേക്കാളും സെയിൽ ഉണ്ടായിരുന്ന വണ്ടികളാണ് ഹോണ്ട സിറ്റി, പിന്നെ ഹുണ്ടൈ വെർണ, മാരുതി സിയാസ്. ഈ മൂന്നെണ്ണത്തിന് എറ്റിയോസിനേക്കാളും സെയിൽ ഉണ്ടായിരുന്നു. മാരുതി സുസുക്കി സിയാസ്. പിന്നെ ഹുണ്ടയുടെ എക്സ്റ്റർ എന്ന് പറഞ്ഞ വണ്ടിക്കൊന്നും സെയിൽ ഉണ്ടായിരുന്നു.
സെഡാൻസ്. പിന്നെ മറ്റേ ഒരു സ്വിഫ്റ്റ് ഡിസയറിന് സെയിലുണ്ടായിരുന്നു, എക്സ്റ്റർ, സ്വിഫ്റ്റ് ഡിസയർ. ഇത്രയൊക്കെ മറ്റേ ഇതിൽ സെയിലുണ്ടായിരുന്നുള്ളൂ നമ്മുടെ സെഡാൻസ് പൊതുവെ ഇന്ത്യയിൽ അത്ര സെയിൽ വന്നില്ല. എക്കോർഡും വലിയ സെയിലുണ്ടായില്ല, ക്യാമറയും വലിയ സെയിലുണ്ടായില്ല. ഹോണ്ടയ്ക്ക് ആകെ സെഡാനിൽ സെയിൽ കുറച്ച് കിട്ടിയത് സിറ്റിയാണ്, അതിപ്പോൾ ഇല്ല. ഇപ്പോൾ സെയിൽ 1000 റേഞ്ചിലേക്ക് വന്നു, അതിൽ താഴെ പോയി എന്ന് തോന്നുന്നു. 1000 നമ്പേഴ്സ് പെർ മന്തിൽ താഴെ പോയി എന്ന് തോന്നുന്നു. 1000 നമ്പേഴ്സിൽ താഴെ പോകുമ്പോൾ പിന്നെ അത് ഡിക്ലൈനാണ്. അത് ഇപ്പം മറ്റേ എലിവേറ്റാണ് കുറച്ച് സെയിലുള്ളത് അവർക്ക്. ഹോണ്ട എലിവേറ്റ്. ടൊയോട്ടയ്ക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ സെയിൽ എപ്പോഴും ഇന്നോവയായിരുന്നു. ഇന്നോവ പണ്ടും കൂടുതലാണ്. എറ്റിയോസിന് മറ്റേ ടൊയോട്ട എറ്റിയോസിനേക്കാളും ലീവയിനേക്കാളും സെയിലുള്ളതായിരുന്നു മറ്റേ ഇന്നോവ. ഇപ്പോൾ ഇന്നോവ കഴിഞ്ഞ് ഇപ്പോൾ ഹൈ റൈഡറാണെന്ന് തോന്നുന്നു കൂടുതൽ സെയിൽ. പിന്നെ ഗ്ലാൻസൊക്കെ സെയിലുണ്ട്. ടൊയോട്ട ഗ്ലാൻസ എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റേ മാരുതിയുടെ പ്രൊഡക്റ്റാണ്. ഈ ഹൈ റൈഡറും അതേ മാരുതിയുടെ പ്രൊഡക്റ്റ്. ഇവർ പിന്നെ പിന്നെ അങ്ങനെ കുറേ എണ്ണം ഇറങ്ങുന്നു. മാരുതിയുടെ കുറേ പ്രോഡക്റ്റ്സ് ടൊയോട്ടയുടെ ലെവലിൽ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നല്ല സെയിലുണ്ട്, എല്ലാത്തിനും നല്ല സെയിലാണ്. പിന്നെ സെഡാൻസ് പൊതുവെ ഇന്ത്യയിൽ ഓഫ് കോഴ്സ് ഞാൻ ബെൻസ്, BMW, ഓഡി, ജഗ്വാർ അങ്ങനെയുള്ള വോൾവോ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ലോവർ കാറ്റഗറിയിൽ കാര്യമായ സെയിലില്ല സെഡാൻസിന്. ഇപ്പോൾ ആരും ലോവർ കാറ്റഗറി സെഡാൻസ് ആരും മേടിക്കാറില്ല. അതായത് ബിലോ 20 lakhs സെഡാൻസ് ആരും പ്രിഫർ ചെയ്യണില്ല. 25 lakhs. Below 25 lakhs, nowadays nobody is preferring a sedan in India below 25 lakhs. Below 25 lakhs it is SUV. And around below 6 lakhs or 8 lakhs it is mostly hatchbacks. The people are preferring hatchback. Below 8 lakhs. 8 lakhs and above, 5 lakhs and above, people goes for SUV. Below 8 lakhs it is hatchback. 27% hatchback sale, 53 or 54% SUV sale is there. That's between 5 lakhs to 30 lakhs. All sales are happening between that range, 5 lakhs to 30 lakhs range SUV. Sedan sales also gone. Only 8% sedan sales is there. That's mostly contributed by Mercedes-Benz, BMW, Audi, and the high-end luxury Lexus. And the high-end luxury things are producing the most of the sales in sedans. The low category sedans, nobody is buying it because nobody think it is worth to buy a sedan in India now. In lower category, people are going for below 20-30 lakhs. People are preferring SUVs. Sedans is not preferred. Top selling sedans in the below 20 lakh category like Honda Cities, Hyundai Vernas, Maruti Ciaz, they are not having much sales now. All having very, very low sales. So that category is gone now. That's taken over by SUVs. People are shifted to SUV mostly. One of the reason may be Indian roads. You have gutters here and there, speed breakers here and there. So the SUV has a better ground. And also you have the water clog locks in the places like Kerala will have the water clog. In the Tamil Nadu you don't have to fear about it. Cases like Kerala will have water clog roads in these rainy seasons. So 6 months we have rain in Kerala. So SUV has some near to 200 mm ground clearance, and some having more than 200 mm. So that will give a better protection for the vehicle. So people are preferring SUVs nowadays. In Kerala and in India in general, trend is changed. Not only here, in the world also now SUV. Ford is not making sedan now, I heard. They are making only SUVs, MPVs. They stopped making sedan and these hatchbacks. They stopped making sedans. So that trend is there globally also.